നമസ്കാരം. US ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അമേരിക്കൻ മാർക്കറ്റും കഴിഞ്ഞ ദിവസം നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. എനർജി പ്രൈസസ് ഉയരുന്നത് ഇൻഫ്ലേഷന് കാരണമാകും എന്നുള്ള ആശങ്കയെ തുടർന്നാണ് അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. കൂടാതെ ബോണ്ട് ഈൽഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്ന റാലിയിലും അവസാനം കാണാൻ സാധിച്ചു. S&P ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം 0.9%, നാസ്ഡാക്ക് 0.7%, ഡോ ജോൺസ് 0.3% ഇടിഞ്ഞാണ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. അതിനുശേഷം US ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും നെഗറ്റീവ് സൈഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ട്രഷറി ഈൽഡിൽ വന്നിരിക്കുന്ന മൊമെൻറ്റം നഷ്ടമാവുകയും ഇൻഫ്ലേഷനെക്കുറിച്ചുള്ള ആശങ്ക US വർദ്ധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഏഷ്യൻ ഇൻഡെക്സുകളും ഇന്ന് ദുർബലമാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് നോക്കിയാലും സൗത്ത് കൊറിയൻ ഇൻഡെക്സ് നോക്കിയാലും ആസ്ട്രേലിയൻ ഇൻഡെക്സ് നോക്കിയാലും ഇവയെല്ലാം ഒരു വീക്ക് ഓപ്പണിംഗ് ആണ് നൽകിയത്. ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം 0.6% ഉയർന്നു. സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 0.6%, മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.4%, റിയാലിറ്റി ഇൻഡെക്സ് 1.5% പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന വീക്ക്നെസ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് മണിപ്പാൽ ഹെൽത്ത് എൻ്റർപ്രൈസസ്. മണിപ്പാൽ ഹെൽത്ത് എൻ്റർപ്രൈസസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ 38% വർദ്ധിച്ച് 2238 കോടിയിൽ നിന്നും 3091 കോടിയിലേക്ക് എത്തി. എബിറ്റ 25% വർദ്ധിച്ച് 586 കോടിയിൽ നിന്നും 737 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 26% നിന്നും 23% ഡൗൺ ആവുകയും ചെയ്തു. കമ്പനിയുടെ പ്രോഫിറ്റ് 7.5% ഇടിഞ്ഞ് 250 കോടിയിൽ നിന്നും 232 കോടിയിലേക്ക് എത്തി. ഇൻഡോ ബൊറാക്സ് ആൻഡ് കെമിക്കൽസ് എന്ന കമ്പനി റോണോക്സ് ലാബ് സയൻസിൻ്റെ 62% സ്റ്റേക്കുകൾ 246 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് ഇൻഡോ ബൊറാക്സ് ആൻഡ് കെമിക്കൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എയർ കംപ്രസർ ബ്രാൻഡ്, അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ AC ബ്രാൻഡായ വായു എന്ന പേരിൽ ഒരു എയർ കംപ്രസർ ബ്രാൻഡ് LG എക്യുപ്മെൻറ്റ്സ് ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ LG എക്യുപ്മെൻറ്റ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. ശക്തി പമ്പ് അതിൻ്റെ WOS ശക്തി EV മൊബിലിറ്റി ബിസിനസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി 5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ WOS ശക്തി EV മൊബിലിറ്റിയിലുള്ള ശക്തി പമ്പിൻ്റെ ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് 75 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേദാന്ത അലൂമിനിയം എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി 2 അഡ്വാൻസ്ഡ് ഓട്ടോമോട്ടീവ് അലോയ്സ്, അതായത് കോപ്പർ ഡ്രോപ്ഡ് അലോയും വേദാന്ത ഫൗണ്ടറി അലോയും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേദാന്ത അലൂമിനിയം എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. റെയിൽടെൽ എന്ന കമ്പനിക്ക് MPLS VPN നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 164 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഹൈദരാബാദിൽ 250 ബെഡുള്ള അർട്ടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൈറ്റ് 5 വർഷത്തേക്ക് കിംസ് അല്ലെങ്കിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ലിമിറ്റഡ് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കിംസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ BLS ഇൻ്റർനാഷണൽ BLS ഇ സർവീസിൻ്റെ അഡീഷണൽ ഷെയറുകൾ 4.29 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. അതുകൊണ്ട് BLS ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്വാതി ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് സോളാർ ഫോട്ടോവോൾട്ടായിക് മൊഡ്യൂൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 190 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് സ്വാതി ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ആനന്ദ് രാജ് എന്ന കമ്പനിക്ക് ഗുരുഗ്രാമിലുള്ള ലക്ഷറി റെസിഡൻഷ്യൽ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിന് റേറയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതുകൊണ്ട് ആനന്ദ് രാജ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ സാനന്ദ് പ്ലാൻസിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ പുനരാരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഫ്ലഡ് ഡിസ്ട്രപ്ഷൻ്റെ പശ്ചാത്തലത്തിൽ 35 മുതൽ 40 കോടി രൂപയുടെ എസ്റ്റിമേറ്റഡ് ഡാമേജ് ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സനാതൻ ടെക്സ്റ്റൈൽസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ടെക്നിക്കൽ ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക് കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് സനാതൻ ടെക്സ്റ്റൈൽ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. ഡയമണ്ട് പവർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. കോപ്പർ വയർ ഡ്രോയിങ് ആൻഡ് കേബിൾ ലൈൻ എന്നിവയുടെ കമ്മീഷൻ കമ്പനി നടത്തി കഴിഞ്ഞു. ഏകദേശം 1500 മെട്രിക് ടൺ പെർ മന്ത് എന്ന റേറ്റിലുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡയമണ്ട് പവർ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.